ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈദ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഈദ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പ്ലമ്മിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്നത്, ഗ്രീൻ ടീൻ്റെ. അത് നല്ലപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മോയ്സ്ചറൈസറാണ്, പ്ലമ്മിൻ്റെ തന്നെയാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മേക്കപ്പ് ഒക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യാം. പ്രൈമർ യൂസ് ചെയ്യുന്നില്ല ഞാൻ മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പുറത്തൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യട്ടെ. എന്നിട്ട് BB ക്രീം എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഞാൻ ഫൗണ്ടേഷന് പകരം ഇവിടെ BB ക്രീം ആട്ടോ യൂസ് ചെയ്യണത്, ലാക്മിൻ്റെ. BB ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ BB ക്രീമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്, കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് എല്ലാവിടെയും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ബേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹുദ ബ്യൂട്ടിൻ്റെ ഒരു ഐഷാഡോ പാലറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ ബ്ലാക്ക് ഐഷാഡോ ആണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഹൈബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു ഐഷാഡോ വെച്ചിട്ട് ഞാൻ ഹൈബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നാച്ചുറലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ബ്രഷിൽ കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ആ ഹൈബ്രോൻ്റെ നടു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആ ബ്രഷിൻ്റെ ബാലൻസ് ഉള്ളത് മാത്രം ഫ്രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാർ യൂസ് ചെയ്തിട്ട് നല്ല ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഹൈബ്രോ പെൻസിൽ വെച്ച് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നല്ല നേച്ചർ ഫിനിഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. വേറൊരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഐഷാഡോ ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന ഒരു ഡ്രസ്സ് ഗ്രേപ്പ് കളറാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഐഷാഡോ ഞാനൊന്ന് നോക്കിയിട്ട് ഒരു 3-4 കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ളത് ഔട്ടർ കോർണറിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിലും ഞാൻ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരോ ഷെയ്ഡിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈറ്റ് ഷെയ്ഡാണ് പിന്നെ എടുക്കുന്നത്. അതൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. നടു പോർഷനിലായിട്ട് എടുക്കുന്ന ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അതും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഐഷാഡോ പാലറ്റിൻ്റെ റിവ്യൂ കൂടി ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക, കാർട്ടിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇന്നർ കോൺസിൻ്റെ അവിടെ ഞാനൊരു ഗോൾഡൻ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈബ്രോൻ്റെ അവിടെ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഹൈലൈറ്റും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐഷാഡോ വെച്ചിട്ട് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. ചീക്കിൻ്റെ അവിടെയും നോസിൻ്റെ അവിടെയും കോണ്ടോർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫേസ് നല്ല വലുപ്പമുള്ളവരാണെങ്കിൽ നമുക്ക് നെറ്റിൻ്റെ അവിടെ, അതുപോലെ തന്നെ ഡബിൾ ചിന്നിൻ്റെ അവിടെ, താടിൻ്റെ അവിടെയൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഫേസ് നല്ല സ്ലിം ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഓൾറെഡി ഫേസ് സ്ലിം ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മാത്രമേ കോണ്ടോർ കൊടുക്കുന്നുള്ളൂ, ഒരുപാട് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ അതൊന്ന് സ്മഡ്ജ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കര ബോറായിട്ടുണ്ടാവും. കോണ്ടോർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചെയ്യണം ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ നോസ് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നടു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സിൽ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഗോൾഡൻ കളർ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ നടു പോർഷനിലായിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനർ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിന് മുകളിൽ മാത്രം ഞാൻ ഐലൈനർ ഇട്ട് കൊടുക്കുന്നുള്ളൂ, താഴെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ താഴെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഐഷാഡോ പാലറ്റിൽ ആ ഒരു ബ്ലാക്ക് കളർ ഐഷാഡോ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ ചെറുതായിട്ട് ഔട്ടർ കോൺസിൻ്റെ അവിടെ നിന്ന് ഒരു പോർഷൻ വരെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാലൻസ് ഇടുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ് ഷെയ്ഡ് നോക്കാം. ജ്യൂസിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഞാൻ ആ ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ സൈഡിൽ ഒരു 3 ഡോട്ട് വെച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് തോന്നിക്കും. അപ്പോൾ അത് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഞാൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലായിട്ട് തോന്നിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ടും കൂടെ ഒന്ന് കോമ്പാക്ട് പൗഡർ ഇടുന്നത്. അപ്പോൾ എൻ്റെ കോമ്പാക്ട് പൗഡറൊക്കെ തോണ്ടി അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസ്കാരയാണ്. മസ്കാര ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി, ലാസ്റ്റാണ് ഓർമ്മ. ലാസ്റ്റ് ആയിട്ട് സെറ്റിംഗ് സ്പ്രേ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈദ് മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ലുക്കാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈദിന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഈദ് മുബാറക് ടു ഓൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.